ഇന്ത്യ വാനോളം ഉയരുകയാണ്. രാജ്യത്തിന്റെ എല്ലാ മേഖലയും വളർച്ച കൈവരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് വരാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തെ പറ്റിയുള്ള ഒരു വലിയ വാർത്തയിലേക്കാണ് പോകാനുള്ളത്. വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമേ തന്നെ എന്താണ് ഇന്ത്യൻ ബഹിരാകാശ നിലയം എന്നത് ഞാൻ വ്യക്തമാക്കാം. ഇന്ത്യൻ ബഹിരാകാശ നിലയം അഥവാ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇന്ത്യ നിർമ്മിക്കുകയും ISRO പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആസൂത്രിത മോഡുലാർ ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ബഹിരാകാശ നിലയത്തിന് 52 ടൺ ഭാരവും ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഭ്രമണപഥം നിലനിർത്താനും കഴിയും. അവിടെ ബഹിരാകാശ യാത്രികർക്ക് 3 മുതൽ 6 മാസം വരെ താമസിക്കാനും കഴിയും. ഇനി വാർത്തയിലേക്ക് വരാം. 5 മൊഡ്യൂളുകൾ ഉൾപ്പെടുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ കോൺഫിഗറേഷൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അന്തിമമാക്കിയിരിക്കുകയാണ്. 2035 വരെ പരിപൂർണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നു. 2028 ആകുമ്പോഴേക്കും ആദ്യത്തെ മൊഡ്യൂൾ BAS-01 വിക്ഷേപിക്കും. 2024 സെപ്റ്റംബറിലാണ് ഇത് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നേടിയത്. ഈ ദൗത്യത്തിന്റെ ഫണ്ട് സംയോജിപ്പിച്ചിരിക്കുന്നത് ഗഗൻയാൻ പ്രോഗ്രാമിൽ കൂടിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി ആകെ മൊത്തം 20,193 കോടി രൂപയായി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് ഒരു പേടകത്തിൽ കയറി ആകാശത്തേക്ക് 400 മുതൽ 450 കിലോമീറ്റർ വരെ ഉയരത്തിൽ പോയി ഒരു 3 മുതൽ 6 മാസം വരെ അതിനുള്ളിൽ കഴിച്ചു കൂട്ടുന്ന കാര്യം നമ്മുടെ ശാസ്ത്രജ്ഞർ വെറുതെ പോകുന്നതല്ല കേട്ടോ. അവർ അവിടെ ഗവേഷണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പഠനങ്ങൾക്കും ഒക്കെയാണ് പോകുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ 400 മുതൽ 450 കിലോമീറ്റർ ഉയരത്തിലും 51.5 ഡിഗ്രി ചരിവിലും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ 3 മുതൽ 6 മാസത്തേക്ക് 3 മുതൽ 4 വരെ ബഹിരാകാശ യാത്രികർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് BAS അഥവാ രാജ്യത്തിന്റെ അഭിമാനമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ, പരിസ്ഥിതി നിയന്ത്രണ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഭാരത് ഡോക്കിംഗ് സിസ്റ്റം, ഭാരത് ബർത്തിങ് മെക്കാനിസം, ഓട്ടോമേറ്റഡ് ഹാച്ച് സിസ്റ്റം, 2025 ജനുവരിയിൽ POEM-4 ദൗത്യത്തിൽ VSSC വഴി പരീക്ഷിച്ച ഒരു റോബോട്ടിക് ആം എന്നിവ ഉൾക്കൊള്ളുന്നു. ഇതിൽ വിക്ഷേപണം നടക്കുന്നത് ഓരോ മൊഡ്യൂളുകളായാണ്. 52 ടൺ ഭാരമുള്ള ഓരോ മൊഡ്യൂളും LMV-3 റോക്കറ്റുകൾ വഴി വിക്ഷേപിക്കുമെന്നതാണ്. 2028 മുതൽ 35 വരെ നീളുന്ന പരിക്രമണ അസംബ്ലിയോടെ ഇന്ത്യയെ ഉന്നത ബഹിരാകാശ യാത്രാ രാജ്യങ്ങൾക്കൊപ്പം സ്ഥാനപ്പെടുത്തും. 2040ഓടെ മനുഷ്യരെയും കൊണ്ട് ഘടകങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങുമെന്ന ലക്ഷ്യമാണ് രാജ്യത്തിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മൈക്രോഗ്രാവിറ്റിയിൽ ദേശീയ അന്തർദേശീയ ഗവേഷണം വളർത്തിയെടുക്കാനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ ബഹിരാകാശ ടൂറിസം സാധ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.